എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനം നോമ്പിൻ്റെ ദിനത്തിലെ ധ്യാനത്തിൻ്റെ ഭാഗമാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 4:2 മുതൽ 4 വരെ. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അതിന് അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വ്യക്തി ജീവിതത്തിൻ്റെ വിമലീകരണമാണ് നോമ്പിൻ്റെ പ്രഥമ ശാക്തീകരണം. നോമ്പ് കാലത്ത് ഭക്ഷണത്തിലും മറ്റ് ഭൗതിക കാര്യങ്ങളിലുമൊക്കെ നമ്മൾ പാലിക്കുന്ന കർശനമായ അച്ചടക്കം ആത്മശുദ്ധീകരണം ലക്ഷ്യമിട്ടുള്ളതാണ്. ഉപവാസവും പ്രാർത്ഥനയും എന്ന ശൈലി അർത്ഥമാക്കുന്നത് നോമ്പിൻ്റെ ആകത്തുകയാണ്. ഭൗതിക കാര്യങ്ങളിൽ പാലിക്കുന്ന കർശനമായ ചിട്ടകൾ ഏകാഗ്രമായ പ്രാർത്ഥന സാധ്യമാക്കുന്നു. വ്യക്തി ജീവിതത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അനുപേക്ഷണീയമല്ലാത്തവയുടെ വർജനമാണ് വ്രതനിഷ്ഠ എന്ന് പറയാം. ജീവിത ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് നിരന്തരമായ പ്രാർത്ഥന മൂലം സാധിക്കേണ്ടത്. ഇവ രണ്ടും സമാന്തരമായി സാധ്യമാക്കുന്ന ജീവിത വിശുദ്ധവും ശ്രേഷ്ഠവും വിജയകരവും ആയിരിക്കണം നോമ്പിൻ്റെ നാളുകളിൽ ആർജിച്ച് എടുക്കുന്ന ആത്മശുദ്ധി. യോഹന്നാനാൽ സ്നാനമേറ്റതിന് ശേഷമാണ് ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തിയത്. മരുഭൂമിയിലെ 40 ദിവസത്തെ ഉപവാസത്തിനൊടുവിൽ കർത്താവിന് വിശന്നു എന്ന് കാണുന്നു. അവിടെയാണ് സാത്താന്യ പരീക്ഷകൾ കുറച്ചും കൂടെ വ്യക്തമായി താൻ മനസ്സിലാക്കുന്നത്. സാത്താൻ മുൻപോട്ട് വയ്ക്കുന്ന പ്രലോഭനമെല്ലാം സ്വാർത്ഥപരമായ ഭൗതിക നേട്ടങ്ങളിലൂന്നിയാണ്. ഉപജീവനത്തിനുള്ള കൃത്രിമ മാർഗം, പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള അപായമായ സാഹസം, ലോകത്തിൻ്റെ അധികാരവും സമ്പത്തും കൈക്കുമ്പിളിലാക്കാനുള്ള എളുപ്പവഴി, ഇതൊക്കെയാണ് ഈ 3 കാര്യങ്ങളാണ് ഈ 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം കർത്താവിൻ്റെ മുൻപിൽ സാത്താൻ വിരിച്ചൊരുക്കുന്ന പരിശോധന അല്ലെങ്കിൽ പരീക്ഷണം എന്ന് പറയുന്നത്. ഈ സാത്താന്യ പ്രലോഭനങ്ങളിൽ അടങ്ങിയ പരീക്ഷയെ യേശു മനസ്സിലാക്കുന്നതും പ്രതികരിക്കുന്നതും ഉപവാസത്തിലൂടെ നേടിയ ആത്മസംസ്കരണത്തിൻ്റെ തിരിച്ചറിവിലും അതിൻ്റെ പ്രാപ്തിയിലുമാണ്. യേശുവിൻ്റെ ഈ ഉപവാസ രഹസ്യമാണ് നമ്മുടെ നോമ്പിൻ്റെ ഒരു സാരസത്ത എന്ന് പറയുന്നത്. നോമ്പില്ലാത്ത ഒരു ആത്മീയ ബോധനക്രമം ഒരു പക്ഷെങ്കിലും ഒരു മതങ്ങളിൽ ഉണ്ടാവില്ല. എല്ലാ മതങ്ങളിലും നോമ്പിൻ്റെ അനുഷ്ഠാനങ്ങളുണ്ട്. ഇതെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആത്മശുദ്ധീകരണവും മിതത്വം പാലിക്കാനുള്ള ഒരു ക്രമവും സ്വഭാവ ശൈലിയുമൊക്കെ രൂപീകരിക്കാനാണ്. ഇവിടെ കർത്താവിന് വിശന്ന് കഴിഞ്ഞപ്പോൾ സാത്താൻ വന്ന് പറയുന്ന രംഗമാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ അവന് വിശന്നു. വിജയകരമായ ഉപവാസം നടത്തി അത് കഴിഞ്ഞ് വിശന്ന മനുഷ്യനോടാണ് ആഹാരം കഴിക്കാൻ പറയുന്നത്. ഒരു ഒറ്റ നോട്ടത്തിൽ സാത്താൻ്റെ ഈ ആഹ്വാനം ഒരു ശരാശരി മനുഷ്യൻ്റെ ആഹ്വാനം പോലെയാണ്. ഒരു നല്ല മനുഷ്യൻ മറ്റൊരു സ്നേഹിതനോട് പറയുന്ന ആഹ്വാനം പോലെ നമുക്ക് തോന്നാം. വിശക്കുന്നവന് ഭക്ഷണം നൽകുക എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമാണ്, ഒരു ധർമ്മമാണ്. അതിലേക്കാണ് ക്രിസ്തുവിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നത്. എന്നാൽ അതിനെ കർത്താവ് മറികടന്നത് ദൈവവചനം ആയുധമായി ഉപയോഗിച്ചുകൊണ്ടാണ്.
ഉപവാസത്തിന് ശേഷം ഭക്ഷണം കഴിക്കുന്നത് തെറ്റല്ല. കല്ലിനെ അപ്പമാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ അങ്ങനെ കഴിക്കുന്നതും തെറ്റല്ല. എന്നാൽ ഈ ഉപദേശവും കൽപ്പനയും ദൈവത്തിൽ നിന്നാണ് വരേണ്ടത് എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് അത്യാവശ്യ ഘട്ടങ്ങളിലും വിഷമകരമായ സാഹചര്യങ്ങളിലും അതിൻ്റെ ഒരു പരിഹാരം എന്തെന്ന് നിർദ്ദേശിക്കേണ്ടുന്ന ആള് ദൈവമാണ്. ദൈവത്തെ കൂടാതെയുള്ള ഒരു ഭൗതികമായ നേട്ടത്തിനും നമ്മൾ വശംവദരാകരുത് എന്ന കൃത്യമായ പാഠം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തെ കൂടാതെയുള്ള ആഹാരം നമുക്ക് വേണ്ട, എത്ര വിശന്നാലും വേണ്ട. ഇത് പരിശീലിക്കുന്നത് നോമ്പിൻ്റെ നാളുകളായിരിക്കണം. അതുകൊണ്ടാണ് പൂർവിക നമ്മുടെ പിതാക്കന്മാർ നോമ്പ് ആചരണം കൊണ്ടുവന്നത്. നമ്മളതിലേക്ക് പ്രവേശിക്കുന്നു. ആഹാരം വർജിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, ദൈവത്തെ കൂടാതെയുള്ള ഒന്നും വേണ്ട എന്ന് പഠിക്കാനും പരിശീലിക്കാനും നമ്മൾ പ്രവേശിക്കുന്ന നാളുകളാണ്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാം: കർത്താവേ, അവിടുന്ന് കാണിച്ച മാതൃക പിന്തുടരാൻ ഞങ്ങളെ സഹായിക്കണമേ, അല്ലെങ്കിൽ എന്നെ സഹായിക്കണമേ. ദൈവത്തെ കൂടാതെയുള്ള ഒരു നേട്ടവും ഒരു സംതൃപ്തിയും വേണ്ട എന്ന് പറയാൻ, അങ്ങനെ ശീലിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പ്രഭാതത്തിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾക്ക് നൽകിയ വചനത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയെ കൂടാതെ ഒന്നും വേണ്ട എന്ന് പറയാനുള്ള ഒരു ആത്മീയ ആർജവം ഞങ്ങൾക്ക് നൽകണമേ. അത് ഞങ്ങളുടെ വിശപ്പായാലും മറ്റ് സാമൂഹിക ജീവിതത്തിൻ്റെ ആവശ്യങ്ങളായാലും കുടുംബജീവിതത്തിൻ്റെ ആവശ്യങ്ങളായാലും ഞങ്ങളുടെ ആവശ്യങ്ങളിലെല്ലാം അവിടുന്ന് സഹായിക്കുന്ന ദൈവമാണല്ലോ. എന്നാൽ അങ്ങയെ മറികടന്നുകൊണ്ട് മറ്റു പ്രലോഭനങ്ങളിൽ വീണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിപ്പിക്കാനുള്ള ഒരു എളുപ്പമാർഗവും സ്വീകരിക്കാൻ ഞങ്ങളെ അനുവദിക്കരുത്. ഞങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും ദൈവത്തെ ഒഴിച്ചു നിർത്തിയുള്ള ഒന്നും ഒരു ഇടപാടുകളും ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിശുദ്ധമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെ, നന്മയുടെ, കനിവിൻ്റെ പുതിയ അനുഭവങ്ങളിലേക്ക് എല്ലാവരെയും നടത്തണമേ. യേശുമശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവ് യേശുമശിഹായുടെ കൃപയും കരുണയും ആലോചനയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.